മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം കളിയിക്കാവിളിയിൽ കോറി ഉടമ ദീപു കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയം സ്വദേശി ഷാജി പിടിയിലായിരിക്കുന്നു. ഷാജി ഗുണ്ട സംഘത്തലവനെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ തമിഴ്നാട് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കളിയിക്കാവിള കൊലക്കേസിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളൊരു വിവരം. ഇയാൾ എവിടെ വെച്ചാണ് പിടിയിലായത്? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് കോറി ഉടമ കൂടിയായ ദീപുവിനെ കളിയിക്കാവിളയ്ക്ക് സമീപം കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന നിലയിൽ കണ്ടെത്തിയത്. കാറിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയിരുന്നത്. തുടർന്ന് തമിഴ്നാട് പോലീസും കേരള പോലീസും വ്യാപകമായി നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം മലയം സ്വദേശിയായ സന്തോഷിനെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. അമ്പിളി എന്നറിയപ്പെടുന്ന സന്തോഷ് ദീപുവിനോടൊപ്പം കാറിലുണ്ടായിരുന്നുവെന്നും കളിയിക്കാവിള കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന് സമീപത്ത് ഏകദേശം 200 മീറ്റർ ദൂരെ വെച്ചാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം കാറിൽ നിന്നും ഒരു ബാഗുമായി ഇറങ്ങിപ്പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. ഒപ്പം ദീപുവിന്റെ ഭാര്യയും ചില ബന്ധുക്കളും ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ചില ആളുകൾ 50 ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഉള്ള തരത്തിലുള്ള ചില മൊഴികൾ നൽകിയിരുന്നു. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സന്തോഷിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിൽ സന്തോഷിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കന്യാകുമാരിയിലെ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. നിലവിൽ സന്തോഷിനെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. മറ്റാരെങ്കിലും ഈ കേസിൽ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രധാനമായും അന്വേഷിക്കുന്നത് വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് പുറപ്പെട്ട ദീപുവിന്റെ കാറിൽ സന്തോഷ് എങ്ങനെ കടന്നുകൂടി, അല്ലെങ്കിൽ സന്തോഷ് എവിടെ വെച്ചാണ് കടന്നുകൂടിയത്, ഒപ്പം ദീപുവിന്റെ കൈവശം ഈ ഇത്ര 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇയാൾക്ക് എങ്ങനെ ലഭ്യമായ എന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ദീപു കോയമ്പത്തൂരിൽ നിന്നും മണ്ണുമാന്തി യന്ത്രം വാങ്ങുന്നതിന് വേണ്ടിയാണ് സ്വന്തം കാറിൽ പോയത്. ഇതിനിടയിലാണ് കളിയിക്കോട് വെച്ച് അയാളെ ഈ സന്തോഷ് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് പോലീസാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കളിയിക്കാവിള കൊലക്കേസിൽ മറ്റു പ്രതികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇയാളുടെ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.